കൂട്ടുകാരെ, എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കുഞ്ഞിത്തവളയുടെ അഹങ്കാരം. പണ്ടൊരു കാട്ടിൽ കുറെ തവളകൾ താമസിച്ചിരുന്നു. ഒരു വലിയ പാറയുടെ അടിയിലായിരുന്നു അവരുടെ താമസം. ഒരു പാമ്പിന്റെ ശല്യം കാരണം അവർ അവിടെ നിന്നും താമസം മാറണമെന്ന് കരുതിയിരിക്കുകയാണ്. കാരണവരായ തവളച്ചേട്ടൻ താമസിക്കാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ച് കുറെ നാളുകളായി നടക്കുകയാണ്. ഒരു ദിവസം കുഞ്ഞിത്തവള പറഞ്ഞു, തവളച്ചേട്ടാ, നമ്മൾ ഇവിടെ നിന്നും എന്നാ താമസം മാറുന്നത്? ഇവിടെ കളിക്കാൻ ഒരു സൗകര്യവുമില്ല. കൂടാതെ ആ പാമ്പിനെ പേടിച്ച് പുറത്തിറങ്ങാനും പറ്റുന്നില്ല. തവളച്ചേട്ടൻ കുഞ്ഞിത്തവളെ ആശ്വസിപ്പിച്ചു. നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്നും താമസം മാറാം കേട്ടോ, നീ വിഷമിക്കേണ്ട. തവളച്ചേട്ടൻ കുഞ്ഞിത്തവളെ ആശ്വസിപ്പിച്ചു. നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്നും താമസം മാറാം കേട്ടോ, നീ വിഷമിക്കേണ്ട. തവളച്ചേട്ടന് കുഞ്ഞിത്തവളയോട് സ്നേഹം കുറച്ചു കൂടുതലായിരുന്നു. എന്തെന്നാൽ ജനിക്കുമ്പോൾ തന്നെ കൈക്കാലുകൾ തളർന്ന കുഞ്ഞായിരുന്നു കുഞ്ഞിത്തവള. എല്ലാവരും ലാളിച്ച് ലാളിച്ച് അവനിപ്പോൾ ഒരഹങ്കാരനായി മാറി. അങ്ങനെ ദിവസങ്ങൾ കുറെ കടന്നുപോയി. ഒരു ദിവസം രാവിലെ മുതൽ മഴ പെയ്യാൻ തുടങ്ങി. തവളകൾക്ക് സന്തോഷമായി. അവർ കളിച്ചു കളിച്ച് ഒരു വലിയ കുളത്തിന്റെ അരികിലെത്തി. ചുറ്റും മതിലുകളുള്ള വലിയ കുളമായിരുന്നു അത്. അവർ ആ മതിലിൽ ചാടി കയറി കുളത്തിലേക്ക് നോക്കി. ഹായ്, എന്തു ഭംഗി! അവർ ഒന്നും ചിന്തിച്ചില്ല. എല്ലാവരും കുളത്തിലേക്ക് ഒറ്റച്ചാട്ട. അവർ കുളത്തിൽ നീന്തി കളിച്ചു. കുളത്തിൻ നടുവിൽ ഒരു വലിയ ആമ്പൽപ്പൂ വിടർന്നു നിന്നിരുന്നു. ആ പൂവിൽ കയറിയിരുന്ന് കളിക്കാൻ വേണ്ടി ചില തവളകൾ തമ്മിൽ അടിപിടിയായി. അപ്പോൾ കുഞ്ഞിത്തവളയുടെ അമ്മ കുഞ്ഞിനെയും എടുത്ത് അവിടേക്ക് വന്നു. എന്നിട്ട് മറ്റു തവളകളെ ആട്ടി ഓടിച്ചു. നിങ്ങളെല്ലാവരും വെള്ളത്തിൽ പോയി നീന്തി കളിക്കേ. എന്റെ കുഞ്ഞ് നീന്താൻ കഴിയില്ല, അതിനാൽ അവൻ ഈ പൂവിലിരുന്ന് കളിച്ചോട്ടെ. അത് കേട്ടപ്പോൾ മറ്റു തവളകളെ എതിർപ്പൊന്നും പറയാതെ ആ പൂവിൽ നിന്നും ഇറങ്ങിപ്പോയി. സന്ധ്യയായപ്പോൾ